ഇസ്ലാമിക തീവ്രവാദികളുടെ ഭീഷണിയെ തുടർന്ന് പലായനം ചെയ്ത ക്രൈസ്തവർ ഉൾപ്പെടെയുള്ളവർക്ക് സ്വദേശത്തേക്ക് മടങ്ങിയാൽ സംരക്ഷണം നൽകുമെന്ന ഉറപ്പ് ഇറാഖി പ്രധാനമന്ത്രിയിൽ നിന്നും ലഭിച്ചതായി കൽദായ പാത്രിയാർക്കീസ്. രാജ്യത്തേക്ക് മടങ്ങാൻ തീരുമാനിക്കുന്ന ഇറാഖികൾക്ക് പുതിയ വീടും ഭൂമിയും നൽകുമെന്ന വാഗ്ദാനം അടുത്തിടെ ഇറാഖ് പ്രധാനമന്ത്രി അലി ഫാലിഖ് അൽ സെയ്ദുമായി നടന്ന കൂടിക്കാഴ്ചയ്ക്കിടെ ലഭിച്ചതായി ബാഗ്ദാദിലെ പാത്രിയാർക്കീസ് പോൾ മൂന്നാമൻ നോന പറഞ്ഞു. നല്ലൊരു അന്തരീക്ഷം രൂപപ്പെടുന്നത് മികച്ചൊരു സമ്പദ്വ്യവസ്ഥയിൽ നിന്നാണെന്ന് അലി സെയ്ദി ഉറച്ചു വിശ്വസിക്കുന്നുണ്ടെന്നും ആളുകൾക്ക് ജോലി ചെയ്യുന്ന സുരക്ഷിതത്വം തോന്നുകയും ഭാവിയിൽ വിശ്വാസമുണ്ടാവുകയും ചെയ്താൽ അവർ തിരിച്ചുവരുമെന്നും പാത്രിയാർക്കീസ് പറഞ്ഞു. അതിനായി ഉതകുന്ന നയപരമായ സമീപനം പ്രധാനമന്ത്രിയിൽ നിന്നും ലഭിച്ചിട്ടുണ്ടെന്നും പാത്രിയാർക്കീസ് വെളിപ്പെടുത്തി. വിദേശത്തു നിന്നും ഇറാഖിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്ന ക്രൈസ്തവർ ഉൾപ്പെടെ 10 ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് ഭൂമിയും പുതിയ വീടും ലഭിക്കാൻ അർഹതയുണ്ടായിരിക്കുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. 1/4 നൂറ്റാണ്ട് മുമ്പുണ്ടായിരുന്നതിനേക്കാൾ വളരെ കുറഞ്ഞ എണ്ണത്തിലേക്ക് ചുരുങ്ങിപ്പോയതും തങ്ങളുടെ ചരിത്രപരമായ സ്വദേശം വിട്ടുപോകാൻ നിരന്തരമായ സമ്മർദ്ദം നേരിടുന്നതുമായ ഇറാഖിലെ ക്രൈസ്തവ സമൂഹത്തിന് ഇതൊരു പ്രതീക്ഷ നൽകിയേക്കാം. വിദേശത്തു നിന്ന് മടങ്ങിവരാൻ സന്നദ്ധരായ ഇറാഖി ക്രൈസ്തവരിൽ നിന്ന് ഇറാഖിലേക്ക് നിക്ഷേപം വരണമെന്നാണ് പ്രധാനമന്ത്രി ആഗ്രഹിക്കുന്നത്. ഇക്കാര്യത്തിൽ തങ്ങളുടെ പ്രതീക്ഷ പങ്കുവച്ചതായി പാത്രിയാർക്കീസ് വ്യക്തമാക്കി. കൽദായക്കാർ നിക്ഷേപകരായി തിരിച്ചെത്തിയാൽ അവർ മറ്റുള്ളവർക്കും അവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് പാത്രിയാർക്കീസ് ഉറപ്പു നൽകി. ഇന്ന് ഇറാഖിൽ ഏകദേശം 1,50,000-നും 2,50,000-നും ഇടയ്ക്ക് ക്രൈസ്തവർ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. 2003 രാജ്യത്തുണ്ടായിരുന്ന 15 ലക്ഷം പേരുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് വലിയൊരു കുറവ് തന്നെയാണ്. 2014 ഇസ്ലാമിക് സ്റ്റേറ്റ്സ് നടത്തിയ ആക്രമണത്തെ തുടർന്ന് ഏകദേശം 1,20,000-ഓളം ക്രൈസ്തവർ ഒറ്റ രാത്രി കൊണ്ട് നിനവേ താഴ്വരയിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വന്നു. തകർക്കപ്പെട്ട തങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങുന്നതിന് പകരം ആയിരക്കണക്കിന് ക്രൈസ്തവർ വിവിധ രാജ്യങ്ങളിലേക്ക് കുടിയേറുകയായിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെഖൈന ന്യൂസ്.